അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അറബിക് ലാംഗ്വേജ് ലേണിംഗ് ക്ലാസ്സിൻ്റെ 10ാമത്തെ ക്ലാസ്സാണിന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് പേഴ്സൺ അഥവാ ഉത്തമ പുരുഷൻ, മുത്തക്കല്ലിം എന്ന അറബിയിൽ പറയുന്നതിനെ കുറിച്ചാണ്. സംസാരിക്കുന്ന ആൾ അയാളെക്കുറിച്ച് തന്നെ പറയുന്ന സർവനാമങ്ങൾക്കാണ് മുത്തക്കല്ലിം എന്ന് പറയുന്നത്. ഒരാളാണെങ്കിൽ സിംഗുലറാണെങ്കിൽ ഞാൻ, പ്ലൂറലാണെങ്കിൽ രണ്ടാളോ അതിൽ കൂടുതലാണെങ്കിൽ ഞങ്ങൾ എന്ന് മലയാളത്തിൽ പറയുന്നു. ഇംഗ്ലീഷിൽ ഐ, വി എന്ന് പറയുന്നു. അറബിയിൽ അന ഞാൻ, നെഹ്നു ഞങ്ങൾ. ഇതിൽ അന എന്നുള്ള സിംഗുലർ ഫോമിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ അന എന്ന് ശ്രദ്ധിക്കണം. അന എന്ന് എഴുതുമ്പോൾ അനൻ്റെ ശേഷം ഒരു അലിഫുണ്ട്. അന എന്ന് നീട്ടി വായിക്കേണ്ടതില്ല. ആ അലിഫ് നോട്ട് പ്രൊനൗൺസ്, അത് ഉച്ചരിക്കേണ്ടതില്ല. അന എന്ന് തന്നെ വായിച്ചാൽ മതി. ഇത് ചേർന്ന് വരുമ്പോൾ ക്രിയകളോടും നാമത്തോടും അവ്യയത്തോടും ഇത് ചേർന്ന് വരും. അപ്പോൾ ചേർന്ന് വരുന്ന രൂപം അവിടെ കൊടുത്തു. ജോയിനിങ് ഫോം യാ ഫോർ നൗൺ ആൻഡ് അവ്യയം. നൗണിനോട് അവ്യയത്തോടൊക്കെ ചേർന്ന് വരുമ്പോൾ യാ ആയിരിക്കും. വെർബിനോട് ചേർന്ന് വരുമ്പോൾ തു എന്നായിരിക്കുമെന്നാണ്. ഖുർആനിൽ അന എന്നുള്ള പദം 61 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊരു ഉദാഹരണം അവിടെ കൊടുക്കുന്നുണ്ട്. 26-ാം അധ്യായം ശുഅറയിലെ 115-ാമത്തെ വചനം. ഇൻ അന ഇല്ലാ നദീറും മുബീൻ. ഇൻ അന ഞാനല്ല, ഇല്ലാ നദീറുൻ മുന്നറിയിപ്പുകാരനല്ലാതെ അല്ല, മുബീനുൻ വ്യക്തമായ മുന്നറിയിപ്പുകാരനല്ലാതെ അല്ല. പ്രവാചകൻ തൻ്റെ സമൂഹത്തോട് പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ദൈവികമായ അള്ളാഹുവിൽ നിന്ന് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്നാണ്. അപ്പോൾ ഈ അന എന്നുള്ള സർവനാമം നാമത്തോടും ക്രിയകളോടും മുമ്പ് നമ്മൾ പഠിച്ച ഹുറൂഫ് പ്രിപ്പോസിഷൻസിനോടൊക്കെ ചേർന്ന് വരും. അപ്പോൾ നാമത്തോട് ചേർന്ന് വന്ന രൂപമാണ് ഇവിടെ ഒന്നാമതായി കൊടുത്തത്. റബ്ബ് എന്നുള്ളൊരു നാമമാണ്. അതിനോട് അന എന്നുള്ള ഈ ഫസ്റ്റ് പേഴ്സൺ സർവനാമം സിംഗുലർ ഫോമായ അന ചേരുമ്പോൾ റബ്ബീ എന്നായി മാറും, എൻ്റെ രക്ഷിതാവ്. ഇന്നല്ലാഹ തീർച്ചയായിട്ടും അല്ലാഹു റബ്ബീ വ റബ്ബുക്കും എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ്, അതുകൊണ്ട് ഫഅ്ബുദൂ ആ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. 3-ാം അധ്യായം ആലി ഇംറാനിലെ 51-ാം വചനം. ഇവിടെ നമ്മൾ ഉമ്മ് പ്ലസ് അന, അത് വരെങ്ങനെ എങ്ങനെ ഉമ്മീ എൻ്റെ ഉമ്മ, അബ് പ്ലസ് അന അബീ എൻ്റെ ഉപ്പ ഒക്കെ അതെല്ലാം അങ്ങനെ ചേർത്താൽ മതി. നൗണിനോട് അന ചേർത്താൽ ഒരു യാ ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ക്രിയകളോട് ചേർന്ന് വരുന്ന രൂപം ഖലഖ. നമ്മൾ പണ്ട് പഠിച്ച ഒരു ക്രിയയാണ്, ഒരു വെർബാണ് ഖലഖ, സൃഷ്ടിച്ചു. പ്ലസ് അന ചേരുമ്പോൾ അനക്ക് പകരം തു എന്നാണ് അവിടെ ചേരുക. ക്രിയൻ്റെ ലാസ്റ്റ് നമ്മൾ സുക്കൂൻ ചെയ്യണം. ഖലഖ എന്നുള്ളത് ഖലഖ് എന്നാക്കിയിട്ട് പ്ലസ് തു ചേർക്കുക. ഖലഖ് തു ഞാൻ സൃഷ്ടിച്ചു. ഫഅല ചെയ്തു പ്ലസ് അന ഞാൻ ചെയ്തു. ഫഅൽ തു വെർബിൻ്റെ ലാസ്റ്റ് ലെറ്ററിന് 0 ചെയ്യണം, സുക്കൂൻ ചെയ്യണം. എങ്ങോട്ട് തു എന്ന് ചേർക്കുക. ഇങ്ങനെയാണ് ഏത് ക്രിയനോട് ചേർക്കുകയാണെങ്കിലും അല്ലേ. നസറ സഹായിച്ചു, നസർത്തു ഞാൻ സഹായിച്ചു. അക്കല തിന്നു, അക്കൽത്തു ഞാൻ തിന്നു. 51-ാം അധ്യായം സൂറത്ത് ദാരിയാത്തിലെ 56-ാം വചനത്തിൽ ഈ ഖലഖ്തു എന്ന് പ്രയോഗിക്കുന്നുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും ഇൻസ് മനുഷ്യവർഗത്തെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ഖലഖ്തു. ഇനി അവ്യയങ്ങളോട് അഥവാ പ്രിപ്പോസിഷൻസ് എന്ന് പറയാൻ നമ്മൾ പഠിച്ചിരുന്നു. അതിനോട് ചേർന്ന് വരുന്ന രൂപമാണ് ഒന്ന് മിന്നാണ്. മിൻ പ്ലസ് അന, മിൻ ഫ്രം എന്നാണ്, അന ഞാൻ എന്നാണ്. രണ്ടും കൂടി ജോയിൻ്റ് ആകുമ്പോൾ മിന്നീ എന്നാണ്. മിന്നി എന്നൊക്കെ കാണുമ്പോൾ ഒരു വാക്കാന്ന് വിചാരിക്കരുത്. മിൻ പ്ലസ് അനയാണ്. ഒരു പ്രിപ്പോസിഷനും ഒരു പ്രോനൗൺ സർവനാമവും ചേർന്നതാണ് മിന്നി. മിന്നി എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന്, മിൻ ഫ്രം അന ഞാൻ. അപ്പോൾ മിന്നി എന്ന് പറയാൻ എന്നിൽ നിന്ന് എന്ന വാക്കിൻ്റെ അർത്ഥം. 2-ാം അധ്യായം ബഖറയിലെ 38-ാം വചനം ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദാ. ആദമിനെയും ഹവ്വായെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞതാണ് ഫഇമ്മാ യഅ്തിയന്നകും നിങ്ങൾക്ക് വരികയാണെങ്കിൽ മിന്നി എന്നിൽ നിന്ന് ഹുദൻ മാർഗദർശനം വന്നാൽ
വരുമ്പോൾ അത് പിൻപറ്റിയവൻ അവൻ പേടിക്കേണ്ടതില്ല, അവൻ ദുഃഖിക്കേണ്ടതില്ല എന്നാണ്. അപ്പം മിന്നി 4 ഇല ടു നമ്മൾ പഠിച്ചത് ലേക്ക്, അതിലേക്ക് അന ചേർക്കുമ്പോൾ ഇലയ്യ എന്നിലേക്ക് ഒക്കെ അന വെക്കുമ്പോൾ ഞാൻ എന്നിലേക്ക് എന്നെ എന്നുള്ള അർത്ഥം വരും. അപ്പം ഇലയ്യ എന്നിലേക്ക്, ഖുൽ ഇന്നമാ അത്തബിഉ മാ യൂഹാ ഇലയ്യ, പ്രവാചകൻ പറഞ്ഞതാണ്. ഖുൽ നബിയെ പറയുക, അത്തബിഉ ഞാൻ പിൻപറ്റുന്നത്, മാ യൂഹാ ഇലയ്യ എന്നിലേക്ക് വഹി അറിയിച്ചതാണ് ഞാൻ പിൻപറ്റുന്നത്. എനിക്ക് വഹി എന്താണോ നൽകിയത് അതാണ് ഞാൻ പിൻപറ്റുന്നത്. ഇലയ്യ എന്നിലേക്ക്. 5-മത്തത് അല പ്ലസ് അന, അല ഓൺ എന്നാണ് നമ്മൾ പഠിച്ചത്. അന ഞാൻ. അപ്പം അല പ്ലസ് അലനോട് ലാസ്റ്റ് യാഗ് തന്നെയാണ്, പ്ലസ് ഒരു യാഗ് കൂടി ജോയിൻ്റ് ആകുമ്പം ആ 2 യാഗും കൂടി ഡബിളാവും. അലയ്യ എൻ്റെ മേൽ എന്നാണ്. ഇതിന് ഒരു ഹദീസാണ് നമ്മൾ ഉദാഹരണമായി കൊടുക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞതാണ്, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലാ തക്ദിബു അലയ്യ, നിങ്ങൾ എൻ്റെ പേരിൽ കളവ് പറയരുത്. ഫഇന്നഹു, തീർച്ചയായിട്ടും, മൻ കദബ അലയ്യ, എൻ്റെ മേൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ ഫൽ യലിജിന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കും. അപ്പം റസൂലുള്ളാഹിൻ്റെ പേരിൽ നബി പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് പറയാത്ത ഹദീസുകൾ ഉണ്ടാക്കി പറയരുത്. ലാ തക്ദിബു അലയ്യ, എൻ്റെ മേൽ. ഫഇന്നഹു, തീർച്ചയായിട്ടും, മൻ കദബ അലയ്യ, എൻ്റെ മേൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ ഫൽ യലിജിന്നാറ, അവൻ നരകത്തിൽ പ്രവേശിക്കും. 6-മത്തത് അൻ പ്ലസ് അന, അൻ പ്ലസ് അന. അൻ എന്ന് പറഞ്ഞാൽ അബൌട്ട്, സംബന്ധിച്ച്, കുറിച്ച്, പറ്റി എന്നൊക്കെയാണ്. അന എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പോൾ അന്നീ എന്നെ സംബന്ധിച്ച്, എന്നെക്കുറിച്ച്. 2-ാം അധ്യായം ബഖറയിലെ 186-ാമത്തെ അധ്യായം 186. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. വഇദാ സഅലക, നിന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഇബാദി എൻ്റെ അടിയാന്മാർ, അന്നി എന്നെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, എന്നെക്കുറിച്ച് കണ്ടോ, അന്നി എന്നെ സംബന്ധിച്ച്, എന്നെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഫഇന്നി ഞാൻ, തീർച്ചയായിട്ടും ഞാൻ, ഖരീബുൻ, ഫഇന്നി എന്നുള്ളതും ഇന്ന പ്ലസ് യാ ചേർത്തതാണ്. ഇന്നി, തീർച്ചയായിട്ടും ഞാൻ, ഖരീബുൻ, നിങ്ങളുടെ സമീപസ്ഥനായിട്ട് അടുത്ത് തന്നെയുണ്ട്. ഇനി ലീ ഫോർ അന ഞാൻ. അപ്പം ലീ, അത് ലീ പ്ലസ് യാ, എനിക്ക് വേണ്ടി, ഫോർ മീ. ലീ എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ ലീ ഐ ഹാവ് എനിക്കുണ്ട് എന്നുള്ളതിനൊക്കെ ലീ ഉപയോഗിക്കും. ലീ കലമുൻ, എനിക്കൊരു പേനയുണ്ട്. ലീ ബൈത്തുൻ, എനിക്കൊരു വീടുണ്ട്. വഷ്കുറു ലീ, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം. വലാ തക്ഫുറു, നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. 2-ാം അധ്യായം ബഖറയിലെ 152 156. അപ്പോൾ വഷ്കുറു, നിങ്ങൾ നന്ദി ചെയ്യണം. ലീ എനിക്ക് വേണ്ടി. വലാ തക്ഫുറു, നന്ദികേട് കാണിക്കരുത്. 8-ാമത്തെ ആയത്ത് ബി ആണ്. 8-ാമത്തെ പ്രിപ്പോസിഷൻസ് ബി പ്ലസ് അന, ബി എന്നെക്കൊണ്ട്. വല്യുമിനു ബി, നിങ്ങൾ എന്നെക്കൊണ്ട് വിശ്വസിക്കണം. അഥവാ എന്നിൽ, മലയാളത്തിലേക്ക് പരിഭാഷ കൊടുത്തുമ്പോൾ എന്നിൽ വിശ്വസിക്കണം. ലഅല്ലഹും യർഷുദൂൻ, നിങ്ങൾ സന്മാർഗദർശനം ലഭിക്കുന്നവർ ആയേക്കാം. ഇതിലൊരു പ്രിപ്പോസിഷൻ ഞാൻ വിട്ടിട്ടുണ്ട്. അത് ഫി പ്ലസ് അന, ഫിയ എന്നാണ്. അത് അല്ലാതെ യൂസ് ചെയ്യുന്നില്ല ആ വാക്ക്. അത് ഫിയ, എന്നിൽ. അതുകൊണ്ട് അത് ഞാനിതിവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുമ്പോൾ കുറേ വാക്കുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാവും. ഇതിങ്ങനെ ഖുറാനിൽ മിന്നി, ഇലയ്യ, അലയ്യ, അന്നി, ലീ, ബി, ഇങ്ങനത്തെ ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ബേസിക്കലി പഠിച്ചു വെച്ചാൽ കുറേ വാക്കുകളുടെ മീനിങ് നമുക്ക് കിട്ടും. അപ്പോൾ ഖുർആൻ പഠനം നമുക്ക് വളരെ എളുപ്പമാകും. അതുകൊണ്ട് ഈ ഫസ്റ്റ് പേഴ്സൺ, ഉത്തമ പുരുഷനെ കുറിച്ചുള്ള ഈ ഗ്രാമർ നമ്മൾ പഠിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സം ഉത്തമ പുരുഷനിലെ നഹനു, ഞങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കും. അറബി ലാംഗ്വേജ് പഠിക്കുവാനും അത് ഖുർആൻ പഠനത്തിന് ഉപകാരപ്പെടുത്തുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.